അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലെ മുഴുവൻ ചുമട്ടുതൊഴിലാളികളും BMSൽ ചേർന്നു. CITU ഹെഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയനിൽപ്പെട്ട 61 പേരാണ് BMSൽ ചേർന്നത്. കരാർ വൽക്കരണം നടപ്പാക്കി സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ ഒന്നടങ്കം BMSൽ ചേർന്നത്. തൊഴിലാളികളെ BMS ദേശീയ സംസ്ഥാന നേതാക്കൾ സ്വീകരിച്ചു. അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ CITU സംഘടനയ്ക്ക് കീഴിൽ 35 വർഷത്തോളമായി പ്രവർത്തിച്ചിരുന്ന ഹെഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയനിൽപ്പെട്ട 61 തൊഴിലാളികളാണ് BMSൽ ചേർന്നത്. BMSൽ ചേർന്ന തൊഴിലാളികളെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കരാർവൽക്കരണം നടപ്പാക്കി മറ്റു ഡിപ്പോകളിലേക്ക് തൊഴിലാളികളെ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ ഒന്നടങ്കം BMSൽ ചേർന്നത്. CITU ഹെഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് P. റസാഖ്, K. സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ BMSൽ അംഗത്വം സ്വീകരിച്ചു. അതിശക്തമായി CITU പ്രസ്ഥാനത്തിലെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 14 ഡിപ്പോകൾ ഇപ്പോൾ കരാർവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി CITU പ്രസ്ഥാനത്തിൽ അംഗങ്ങളായ മുഴുവൻ തൊഴിലാളികളെയും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവിധ ഡിപ്പോകളിലേക്ക് സ്ഥലം മാറ്റാൻ യൂണിയൻ നേതൃത്വം മനഃപൂർവ്വം ഒത്താശ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഞങ്ങളെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആരാണോ അവരോടൊപ്പം ചേർന്ന് നിന്നു ഈ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തി ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ VRS എടുത്ത് വീട്ടിലിരിക്കാൻ നോക്കുന്നവർക്ക് എതിരായി ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. BMS എന്ന സംഘടനയിൽ ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും ഇന്നു മുതൽ അംഗത്വം എടുക്കുകയാണ്. CITUവിന്റെ കീഴിൽ മാത്രമാണ് അങ്ങാടിപ്പുറം FCI ഡിപ്പോയിൽ യൂണിയൻ ഉണ്ടായിരുന്നത്. മുഴുവൻ തൊഴിലാളികളും CITU വിട്ടതോടെ FCI ഗോഡൌണിൽ BMS സംഘടന മാത്രമായി. BMS തൊഴിലാളികളുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും എല്ലാ തൊഴിലാളികളെയും സംരക്ഷിക്കുമെന്നും ദേശീയ സെക്രട്ടറി V. രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ പക്ഷത്തു നിന്നുകൊണ്ട് തൊഴിലാളികളുടെ വികാര വിചാരങ്ങൾ മാനിക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തൊഴിലാളി പക്ഷം നിൽക്കുന്നു. തൊഴിലാളി പ്രസ്ഥാനമായ CITU ഈ തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നു. ദീർഘകാലമായിട്ട് CITUയുടെ ഭാഗമായി നിന്ന തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ തൊഴിലവകാശങ്ങൾ നിഷേധിക്കാനുള്ള സംഘടിതമായ നീക്കം നടക്കുന്ന അവസരത്തിലാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന അവർ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏക പ്രസ്ഥാനം ഭാരതീയ മത്സ്യ സംഘമാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിന്ന് BMS വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും BMSലേക്ക് വന്ന തൊഴിലാളികളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രിയായിട്ടും FCI മാനേജ്മെൻറ്റുമായിട്ടും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള CITUവിൻ്റെ നിലപാട് പൊളിച്ചെഴുതാനും മാറ്റം വരുത്താനും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇടത് നേതാക്കൾ ബിനാമികളായി നിന്നുകൊണ്ട് തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്നും തൊഴിലാളികൾക്ക് പരിപൂർണ സംരക്ഷണം നൽകുമെന്നും BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ പറഞ്ഞു. കരാർവൽക്കരണത്തിനെതിരെ വാദാരോധം സംസാരിക്കുന്നതാണ് ഇടതുപക്ഷ സർക്കാർ. പക്ഷേ ഇവിടെയുള്ള മുഴുവൻ കരാർവൽക്കരണം അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഇടതുപക്ഷ നേതാക്കൾ അവർ ബിനാമികളെ നിന്നുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികരുടെ യാക്കൂബ് എന്ന ആൾക്ക് ഇത് കരാർ കൊടുത്തുകൊണ്ട് ഇതുവരെ കൂടെ നിന്ന തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഇവരെ കരാർ തൊഴിലാളികളാക്കി കരാർ കൊടുത്ത് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനൊരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ CITUയുടെ നേതൃത്വം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ CITUയുടെ ഒന്നടങ്കം BMSലോട്ട് വന്നത്. ഭാരതീയ മത്സ്യ സംഘം കരാർവൽക്കരണത്തിനെതിരാണ്. കേന്ദ്രമായാലും സംസ്ഥാനമായാലും കരാർവൽക്കരണത്തിനെതിരാണ്. അതുകൊണ്ട് ഞങ്ങളെ സമീപിച്ച ഈ തൊഴിലാളികൾക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. അവരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ ഭാരതീയ മത്സ്യ സംഘം ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് ഈ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികൾ ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഭാരതീയ മത്സ്യ സംഘം സ്വീകരിക്കും. FCI മസ്ദൂർ സംഘം സംസ്ഥാന പ്രസിഡന്റ് സേതു തിരുവങ്കിടം, BMS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദിനേശ്, സെക്രട്ടറി സതീഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി B. രതീഷ്, ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി KC സുരേഷ്, FCI മസ്ദൂർ സംഘം സംസ്ഥാന സെക്രട്ടറി KC ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി എന്നിവർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവാത്തതിനെ തുടർന്നാണ് BMSൽ ചേർന്നതെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും
TP രാമകൃഷ്ണൻ, എളമരം കരീം, പിന്നെ മറ്റേ MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾക്കും 5 ജില്ലാ കമ്മിറ്റികൾക്കും ഞങ്ങൾ ഇതിൻ്റെ പരാതി സെപ്റ്റംബർ 20 മുമ്പ് തന്നെ അയച്ചിരുന്നു. ഇന്ന് ഈ സമയം വരെ ആ പരാതി പരിഗണിക്കുകയോ അതിനൊരു മറുപടി തരികയോ ചെയ്തിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങളെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട്. ഞങ്ങളെ ജീവിതം നിലനിർത്താൻ, നമ്മളെ കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം നിന്നേ മതിയാവും. അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.